കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയമസഭാ മണ്ഡലം വികസന കുതിപ്പിലാണ്. കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമടക്കം വലിയ വികസന മുന്നേറ്റമാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നടന്നത്. നവകേരളം നവമുന്നേറ്റം ആ വികസന വഴികൾ പങ്കുവയ്ക്കുന്നു. കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ചടയമംഗലം, ചിതറ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, കുമ്മിൾ, നിലമേൽ, വെളിനല്ലൂർ എന്നിവയും പത്തനാപുരം താലൂക്കിലെ അലയമൺ എന്ന പഞ്ചായത്തും ചേർന്നതാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലം. CPIയിലെ ജെ ചിഞ്ചുറാണിയാണ് ചടയമംഗലം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതും ജെ ചിഞ്ചുറാണിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി രൂപീകരിച്ചത്. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്തും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാൻ കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള നിയമവ്യവസ്ഥകൾ പ്രകാരം അംഗീകരിച്ച നൂതന ധനസമാഹരണം അതിൻ്റെ മാർഗങ്ങൾ വഴി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുവാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി ചെയർമാനായി ധനകാര്യ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായും പ്രവർത്തിക്കുന്ന കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ KM എബ്രഹാം പ്രവർത്തിച്ചു വരികയാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇന്ന് കേരളത്തിലെമ്പാടും നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും അടിസ്ഥാന മേഖലകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാൽ കിഫ്ബി ഫണ്ട് മുഖേനയാണ് ഇന്ന് ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ചടയമംഗലം ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം എടുത്തു പറയേണ്ടതാണ്. കുമ്മിൾ ITIക്കായി 7.95 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി വികസനത്തിന് 1 കോടി രൂപ മാറ്റിവച്ചു.
ഇതിനുള്ള സ്ഥലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കടയ്ക്കൽ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണവും എടുത്തു പറയേണ്ടതാണ്. മണ്ഡലത്തിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. ജഡായു ടൂറിസം കൂടുതൽ വിപുലപ്പെടുത്തി കടക്കത്ത് പാറ ടൂറിസവുമായി സംയോജിപ്പിച്ചുള്ള പദ്ധതി തയ്യാറാകുന്നു. കുമ്മിൾ പഞ്ചായത്തിൽ മാത്രം 156 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ജലസേചന പദ്ധതികൾക്കായി 200 കോടി രൂപയാണ് മണ്ഡലത്തിൽ ചെലവാക്കിയത്. 40,000 കുടിവെള്ള കണക്ഷനുകൾ നൽകാനായി. ചടയമംഗലം പഞ്ചായത്തിൽ 1 കോടി രൂപയുടെ സ്റ്റേഡിയം. കുമ്മിൾ മൃഗാശുപത്രി 16 കോടി രൂപ ചെലവിൽ വെളിനല്ലൂർ മൃഗാശുപത്രി എന്നിവയും യാഥാർത്ഥ്യത്തിലേക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നടന്നത്. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്മിൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരികോൺ, ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ നിലമേൽ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കടയ്ക്കൽ, മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ചടയമംഗലം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞു. ഗവൺമെൻറ് HSS വയല കെട്ടിട നിർമ്മാണം 1 കോടി രൂപ TS ലഭിച്ചിട്ടുണ്ട്. GLPS ചിതറ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ 60% പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് UPS വെള്ളൂപ്പാറ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ എഗ്രിമെൻ്റ് എക്സിക്യൂട്ടീവ് ചെയ്തു. ഗവൺമെൻറ് MGHSS ചടയമംഗലം കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് UPS നിലമേൽ കെട്ടിട നിർമ്മാണം 1 കോടി രൂപ പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞു. GTLPS സർക്കാർ ട്രൈബൽ LPS എടപ്പണ അതിന് TS ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് HSS കുമ്മിൾ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് UPS കടയ്ക്കൽ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. GHSS തേവന്നൂർ കെട്ടിട നിർമ്മാണം 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ആ ഫണ്ട് കിഫ്ബി അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് പോവുകയാണ്. GHSS കരികോൺ കെട്ടിട നിർമ്മാണം 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകൾ BMBC നിലവാരത്തിൽ ഉയർത്താനായി. ഗതാഗത സൗകര്യങ്ങളുടെ അടിസ്ഥാന വികസന മേഖലയിലും വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടന്നത്. ആയിരക്കുഴി അഞ്ചൽ റോഡ്, ആയൂർ ഇത്തിക്കര റോഡ്, കടയ്ക്കൽ ചിങ്ങോലി ചടയമംഗലം റോഡ്, ഇതെല്ലാം അതിൽ ചിലത് മാത്രം. അമ്പലംകുന്ന്, റോഡ് വിള,
പോരേടൻ റോഡ് അതിൻ്റെ പ്രവൃത്തി വളരെ നേരത്തെ തന്നെ ടെൻഡർ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അത് റീസബ്മിറ്റ് ചെയ്തുകൊണ്ട് അതിന് TS ലഭിച്ചിട്ടുണ്ട്. കിഫ്ബി അംഗീകാരത്തിന് വേണ്ടി ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ്. 8 കോടി രൂപയാണ് അതിനുവേണ്ടി വകമാറ്റി വയ്ക്കുന്നത്. ചടയമംഗലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി 11.74 കോടി രൂപ അനുവദിച്ചു. കിഫ്ബിയുടെ അംഗീകാരം ഉടനെ ലഭിക്കുകയാണ്. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണത്തിനായി 8.20 കോടി രൂപ അനുവദിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും കടയ്ക്കൽ മാർക്കറ്റ് നവീകരണത്തിനായി 3.75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് പണി ആരംഭിച്ചിട്ടുണ്ട്. സമസ്ത മേഖലകളിലും വലിയ വികസനമാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഇക്കാലയളവിനുള്ളിൽ നടന്നത്. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരു മുൻഗണന നമ്മുടെ കിഫ്ബി നമ്മുടെ കേരളത്തിന് വേണ്ടി നൽകുന്നുണ്ട്. ആ കിഫ്ബിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ മുന്നേറ്റമാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ കാണപ്പെടുന്നത്. 1965 രൂപീകൃതമായ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അടക്കമുള്ള വികസന നേട്ടങ്ങൾ കേരളത്തിനാകെ മാതൃകയാണ്. നവകേരള നവമുന്നേറ്റം ആ വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കുന്നു. കൊല്ലം ജില്ലയിലെ പരവൂർ മുനിസിപ്പാലിറ്റി, കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന ആദിച്ചനെല്ലൂർ, ചാത്തന്നൂർ, ചിറക്കര, പൂതക്കുളം, കല്ലുവാതുക്കൽ എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ പൂയപ്പള്ളി പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം. GS ജയലാൽ MLA ആണ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കിഫ്ബി കേന്ദ്രീകരിച്ച് കിഫ്ബിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ കേരളം 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് 25 വർഷം കഴിഞ്ഞ് നേടാൻ സാധ്യതയുള്ള വികസനങ്ങളെ കിഫ്ബി എന്ന് പറയുന്ന മഹത്തായ പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് കേരളത്തിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം കേരളത്തിൽ നേടിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, മറ്റ് പശ്ചാത്തല സൗകര്യ മേഖലകളിലെല്ലാം നേടുന്ന വികസനത്തിൻ്റെ അടയാളം ഇന്നിപ്പോൾ നമുക്ക് നാട്ടിൽ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
ചാത്തന്നൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ ദീർഘനാളായി കാത്തിരുന്ന നിരവധി വികസന പദ്ധതികൾ നമുക്ക് കിഫ്ബിയിലൂടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നടപടികൾ സ്വീകരിക്കാനും വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ, അതായത് 68 കോടിയിലധികം രൂപ ചാത്തന്നൂർ കുടിവെള്ള പദ്ധതിക്കും 28 കോടി രൂപ കല്ലുവാതിക്കൽ കുടിവെള്ള പദ്ധതിക്കുമായിട്ട് 100 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ, പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നടപ്പിലാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പൂതക്കുളം പരവൂർ മുനിസിപ്പാലിറ്റി, പൂതക്കുളം പഞ്ചായത്ത് തുടങ്ങിയ മേഖലകളിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലം ലഭിക്കുന്നത് പുനലൂരിൽ ഏരൂർ പ്രദേശത്തു നിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഈ ടൈലൻ്റ് ആയതുകൊണ്ട് വെള്ളം കിട്ടാത്ത അവസ്ഥ പലപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ പദ്ധതി, ഇത്തിക്കര 6 കേന്ദ്രീകരിച്ചൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പരവൂർ മുനിസിപ്പാലിറ്റിക്കും പൂതക്കുളം പഞ്ചായത്തിനും വേണ്ടിയിട്ട് ആവശ്യത്തിന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയാണ്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനപങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതിയുടെ വിജയം സംസ്ഥാനത്താകെ ശ്രദ്ധ നേടി. സ്കൂൾ വികസന രേഖ തയ്യാറാക്കി ഭൗതികവും അക്കാദമികവുമായ വികസനങ്ങൾ ആർജിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പദ്ധതിയുടെ ഭാഗമായി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ 69 സ്കൂളുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 32 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 6 കോടി രൂപ ജനപങ്കാളിത്തത്തോടെയാണ് സമാഹരിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഭൗതിക അക്കാദമിക സാഹചര്യങ്ങളിൽ ഇത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇന്ന് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന പ്രദേശമായി ചാത്തന്നൂർ മണ്ഡലം മാറിയിരിക്കുന്നു. ഇപ്രകാരം ജനകീയ സമിതികളുടെ സഹകരണത്തോടെ ചാത്തന്നൂരിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാതൃകയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാലയ വികസന പദ്ധതി തന്നെയാണ് ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പ്രാവർത്തികമായത്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മഹത്തായ ഒരു വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ പശ്ചാത്തലം ചാത്തന്നൂരിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി 5 സ്കൂളുകൾ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായും 5 സ്കൂളുകൾ ലാബുകൾ നവീകരിക്കുന്നതിനായും 20-ലധികം സ്കൂളുകൾ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിനായും സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2016 മുതൽ 18 വരെയുള്ള കാലയളവിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ കാലോചിതമായ വികസന പ്രവർത്തനങ്ങൾക്ക്
26 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ, പൂതക്കുളം ഹൈസ്കൂള് 3 കോടി, പൂയപ്പള്ളി സ്കൂള് 3 കോടി, ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂള് 4 കോടി, ഉളിയനാട് സ്കൂള്, കോട്ടപ്പുറം LPS, കോയിപ്പാട് LPS, നെടുങ്ങോലം HS, അതുപോലെ ആദിച്ചല്ലൂർ ഹൈസ്കൂൾ തുടങ്ങി അങ്ങനെ വിവിധ സ്കൂളുകൾക്കായിട്ടാണ്ട് 30 കോടിയിലധികം രൂപ വിവിധ സ്കൂളുകൾക്കായിട്ട് നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ പല സ്കൂളുകളിലും 30-40 വർഷമായി ഹയർ സെക്കൻഡറി അനുവദിച്ച സ്കൂളുകളിൽ +2 ക്ലാസ് റൂം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയൂർ ഇത്തിക്കര റോഡ് നിർമ്മാണം മണ്ഡലത്തിലെ മറ്റൊരു വികസന മാതൃകയാണ്. മാർക്കറ്റ് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് കുട്ടിയം മാർക്കറ്റ്, ചാത്തന്നൂർ മാർക്കറ്റ്, പരവൂർ മാർക്കറ്റ്, പാരിപ്പള്ളി മാർക്കറ്റ്, ഏതാണ്ട് 13 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയൂർ ഇത്തിക്കര റോഡുമായി ബന്ധപ്പെട്ട് 16 കോടി, അതുപോലെ ഒല്ലാൽ മേപ്പാലം ദീർഘനാളായി ദശാബ്ദങ്ങളായി നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പദ്ധതിയാണ്. അത് 36 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നിന്ന് കിഫ്ബിയിലൂടെ മാറ്റിവെച്ച് ഇപ്പോൾ ഇത് റെയിൽവേയുടെ സാങ്കേതികമായ അനുവാദം കാത്തുകിടക്കുന്നത്. ചാത്തന്നൂർ മണ്ഡലത്തിലെ ഭൗതിക, സാമൂഹിക, ആരോഗ്യ മേഖലകൾക്ക് പരിഗണന നൽകി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ആരോഗ്യ മേഖലയിൽ നെടുമംഗലത്ത് 10 ബെഡ് ഐസൊലേഷൻ വാർഡ് അടക്കം സജ്ജീകരിച്ചതും നേട്ടമാണ്. നൂറുകണക്കിന് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായമാണ് നമ്മൾ കിഫ്ബി പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ നിരവധി മേഖലകളിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, മറ്റടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിലെമ്പാടും ഒപ്പം ചാത്തന്നൂർ മണ്ഡലത്തിലും കിഫ്ബിയിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരെയും എല്ലാവരെയും ആത്മാർത്ഥമായി നാടിനു വേണ്ടി നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സമഗ്ര മേഖലകളിലും വികസനത്തിന്റെ കുതിപ്പാണ് മണ്ഡലത്തിൽ GS ജയലാൽ MLA യുടെ നേതൃത്വത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്.